ദളിതർക്ക്, അക്രമത്തിനും അടിച്ചമർത്തലിനും ഇരയാകുന്നവർക്ക് അതിനെതിരെ ശബ്ദമുയർത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഗ്രാമങ്ങൾ ശാന്തമായിരിക്കുന്നത്. അടികൊണ്ടവർ മൗനത്തിൽ ആണ്ടുപോകുന്നത് കൊണ്ട് മാത്രമാണ് ആ ശാന്തത. അവർ ശബ്ദമുയർത്തിക്കഴിഞ്ഞാൽ ഈ ശാന്തതയൊന്നും ഉണ്ടാവില്ല എന്ന് ഗാന്ധിജിയോട് വാദിച്ച ഡോക്ടർ BR അംബേദ്കർ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ അടിസ്ഥാന മൂല്യങ്ങളായി മാറുന്ന ഒരു സ്വതന്ത്ര ഇന്ത്യയെ വിഭാവനം ചെയ്ത മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു സ്വർഗവും അംബേദ്കർ വാഗ്ദാനം ചെയ്തിട്ടില്ല. മറിച്ച് ഭൂമിയിലെ ജീവിതം തന്നെ സമത്വത്തോടെയും അന്തസ്സോടെയും ജീവിക്കുന്നതാകണം എന്ന് പറഞ്ഞ മനുഷ്യന്റെ മണ്ണിലാണ് വിദ്യാഭ്യാസ ചരിത്രത്തിലെ തന്നെ കറുത്ത പാടാക്കി ജാതി അധിക്ഷേപത്തെയും മാനസിക പീഡനങ്ങളെയും തുടർന്ന് ജീവൻ വെടിയേണ്ടി വന്ന നിതിൻ രാജിനെ പോലുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായത്. ജാതിവെറിയുടെ കൊലയറകളായ ജാതിവെറി കുടിയിരിക്കുന്ന നമ്മുടെ കലാലയങ്ങളിൽ എൻ്റെ ജനനം ഒരപകടം മാത്രമായിരുന്നു. എൻ്റെ ബാല്യത്തിലെ ഏകാന്തത ഒരിക്കലും എന്നെ വിട്ടു മാറിയിട്ടില്ല എന്നെഴുതിയ രോഹിത് വെൺമുലയും പായൽ തദ്വിയും ദർശൻ സോളങ്കിയും ഫാത്തിമ ലത്തീഫും എല്ലാം മരിച്ച ശരീരങ്ങളായി തിരികെ വീട്ടിലെത്തിയവരാണ്. എന്തുകൊണ്ട് ജാതി നശിപ്പിക്കണം എന്ന ചോദ്യത്തിന് അന്ന് ഉത്തരമായി അംബേദ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: ജാതി ഹിന്ദുക്കളുടെ പൊതുജീവിതത്തെ, പൊതുവായ ചൈതന്യത്തെ, പൊതുവായ വിശ്വാസത്തെ ഇല്ലാതാക്കി. ജാതി പൊതു അഭിപ്രായങ്ങൾ അസാധ്യമാക്കി. പൊതു ധാർമ്മികതയെ അത് റദ്ദാക്കി. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് അയാളുടെ പൊതുമണ്ഡലം അയാളുടെ ജാതിയാണ്. അതിനപ്പുറം ഒരു പൊതുമണ്ഡലമില്ല. അതുകൊണ്ട് നന്മ എന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ച് ജാതിബദ്ധമായി തീർന്നു. ചരിത്രം ഭൂതകാലത്തെ ഓർത്തെടുക്കലല്ല, മറിച്ച് ആപത്തിന്റെ നിമിഷങ്ങളിൽ മനസ്സിലൂടെ മിന്നിമായുന്ന ഓർമ്മകളെ കയ്യെത്തിപ്പിടിക്കലാണ്. ആപത്ത് നിറഞ്ഞ നമ്മുടെ വർത്തമാനകാല നിമിഷങ്ങളിൽ ഭൂതകാലത്തിൽ നിന്നും മിന്നിമായുന്ന ഒരു ഓർമ്മയെ നാം കയ്യെത്തിപ്പിടിക്കുന്നു. അതിൻ്റെ പേരാണ് അംബേദ്കറുടെ ജനാധിപത്യ ദർശനം. അത് നീതിയുടെ പാർപ്പിടത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു. ഇനി ഒരു നിതിൻ രാജും കേരളത്തിലോ ഇന്ത്യയുടെ മണ്ണിലോ ആവർത്തിക്കപ്പെടരുത്. ഈ അംബേദ്കർ ദിനം സമത്വത്തിനും നീതിക്കും വേണ്ടി പോരാടാനുള്ള നമ്മുടെ കടമകളെ മറക്കാതിരിക്കാനുള്ള ദിനമാണ്.